എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ ദിവസമായി നിങ്ങളോട് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ട് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. സിനിമാ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളോട് സാധാരണ സംവദിക്കാറുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സിനിമാ സംബന്ധിയായിട്ട് നെഗറ്റീവ് വാർത്തകൾ മാത്രം ചുറ്റുപാടും വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതേപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, ഇനി അഥവാ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചാൽ ഒരുപക്ഷെ ഒരു ജാതിയുടെയോ ഒരു കക്ഷിയുടെയോ ഒരു ഇസത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ആളായിട്ട് അഭിപ്രായം പറയുന്നവരെ മുദ്ര കുത്തപ്പെടുന്ന വളരെ മോശപ്പെട്ടൊരു സാഹചര്യത്തിലൂടെ പോകുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് നിശബ്ദത പാലിച്ചത്. കഴിഞ്ഞ ദിവസം 2 ദിവസം കേരള സംസ്ഥാന സർക്കാർ സിനിമാ പോളിസി രൂപീകരണത്തിന് വേണ്ടിയിട്ട് വിപുലമായ 2 ദിവസത്തെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു. സിനിമാ മേഖലയിൽ നിന്നും നിരവധി ആൾക്കാർ അതിൽ പങ്കെടുത്തു. 2 ദിവസത്തെ ചർച്ചകളിൽ ഞാനും പങ്കെടുത്ത ഒരാളാണ്. പക്ഷേ ആ കോൺക്ലേവിൽ 2 ദിവസം സംസാരിച്ച വിഷയങ്ങളെക്കാട്ടിലധികം നാം ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തെ ദിവസം ബഹുമാനപ്പെട്ട ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പ്രസംഗത്തിൽ വന്ന, അല്ലെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞുപോയ 2 കാര്യങ്ങളും അവയെ പറ്റിയിട്ടുള്ള വിവാദങ്ങളുമാണ്. ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീമതി പുഷ്പവതി, അതിന് ശേഷം അമ്മയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ശ്വേത മേനോൻ, ബാബുരാജ്, പൊന്നമ്മ ബാബു, കുക്കു പരമേശ്വരൻ, ഇങ്ങനെ നിരവധി ആൾക്കാർ. പക്ഷെ ഇതെല്ലാം വിവാദങ്ങൾ മാത്രമായിട്ടാണ് ഈ പേരുകൾ ചേർത്ത് വെച്ച് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. ഇനി അതും കഴിഞ്ഞ് വന്നാൽ ശ്രീ വിനായകൻ നടത്തുന്ന പ്രസ്താവനകൾ, അവയ്ക്കെതിരെയുള്ള കോലാഹലങ്ങൾ, ഇതൊക്കെയാണ് എപ്പോഴും നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇത്തരം വിഷയങ്ങളിലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, നെഗറ്റിവിറ്റി പകർന്നു കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളെ പറ്റിയിട്ടൊന്നും സംസാരിക്കാതിരുന്നത്. പക്ഷേ ഈ 2 ദിവസത്തെ സിനിമാ കോൺക്ലേവിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്ലസും മൈനസും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും അവിടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ ശബ്ദം ഉയർന്നു കേട്ടിരുന്നു. നിങ്ങൾ ആരും ഒരു മാധ്യമത്തിലൂടെയും ഒരു സമൂഹ മീഡിയയിലൂടെയും നിങ്ങളിത് കേട്ടില്ല. സിനിമയിൽ മുഖ്യധാരയിൽ ഇല്ലാത്ത ഒരു വിഭാഗമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ. 3 or 4 ജൂനിയർ ആർട്ടിസ്റ്റുകളെ പ്രതിനിധീകരിച്ച് ആൾക്കാർ കോൺക്ലേവിൽ സംസാരിച്ചു. അല്ലെങ്കിൽ അവരുടെ തൊഴിൽ ഇടത്തെ, അവരുടെ വിവേചനത്തെ പറ്റി, അല്ലെങ്കിൽ ആഹാരത്തിന്റെ വിവേചനത്തെ പറ്റി, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാതെ പോകുന്ന ശമ്പളത്തെ പറ്റി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ സ്ത്രീകളും ദളിതരും മാത്രമല്ല നമ്മുടെ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം, അതല്ലാതെ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗമുണ്ട്. പക്ഷേ അവരെ പറ്റിയൊന്നും നമ്മുടെ മാധ്യമങ്ങളിലോ നമ്മളോ ചർച്ച ചെയ്ത് കണ്ടില്ല. അപ്പോൾ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംരംഭം സർക്കാർ തുടങ്ങുമ്പോൾ അതിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ വിവാദങ്ങൾ മാത്രമാണ്. ഇത്തരം ചർച്ചകളിലേക്ക് പോകാതെ സിനിമാ രംഗത്തുള്ള മനോഹരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ സിനിമയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കണം നമുക്ക് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ പക്ഷം. സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിവാദത്തിൽപ്പെടുന്ന ഈ അമ്മയ സംഘടനയിലെ അല്ലെങ്കിൽ മറ്റുള്ളതിലെ 500 അംഗങ്ങൾ മാത്രമല്ല, പേരറിയാത്ത, മുഖമറിയാത്ത അനവധി ആൾക്കാർ സിനിമാ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരം പരിഹാസങ്ങളിലൂടെ അവരുൾപ്പെടുന്ന സമൂഹമാണ് മോശമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിവാദങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മലയാള സിനിമയുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാം. കൂടുതൽ നല്ല വിശേഷങ്ങൾ ഈ സിനിമാ കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന വിഷയം, ടെലിവിഷൻ മേഖല ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല. ടെലിവിഷൻ മേഖലയെ പ്രതിനിധീകരിച്ച് മലയാള ടെലിവിഷൻ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മ, അതുപോലെ നിർമ്മാതാക്കളുടെയൊക്കെ സംഘടനയായ ടെലിവിഷൻ ഫ്രട്ടേണിറ്റി, സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക, MDTV എന്നിവർ അവിടെ നമ്മുടെ ആവലാതികൾ അറിയിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമ പോളിസി രൂപീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിനിമ ടെലിവിഷൻ നയ രൂപീകരണത്തിലേക്ക് വരുമെന്നുള്ള വളരെ സുധീരമായ ഒരു പ്രഖ്യാപനം മന്ത്രി നടത്തിയിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. നമുക്ക് എപ്പോഴും ആവശ്യം വിവാദങ്ങളാണ്. സിനിമയ്ക്ക് ആവശ്യം വിവാദങ്ങളല്ല. സിനിമയ്ക്ക് ആവശ്യം സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, സിനിമയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ്. അത്തരം ചർച്ചകളിലേക്ക് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അത്തരം വിഷയങ്ങൾക്ക് സംസാരിക്കാം. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.